അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 33 ഹദീസ് നമ്പർ 73. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്അസു ലിഹാദിഹിൽ ഉമ്മ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അയച്ചു കൊടുക്കും അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ, ഓരോ 100 വർഷത്തിൻ്റെ തുടക്കത്തിലും ഓരോ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മൻ യുജദ്ദിദു ലഹാ ദീനഹ, ആ ഉമ്മത്തിൻ്റെ ദീൻ അഥവാ മഹത്തായ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന ഒരാളെ അള്ളാഹു തആല അയച്ചു കൊടുക്കും. ഇവിടെ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയായി നാം പഠിക്കുന്നത്, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും മുഴുവനും പിഴവിലാക്കുകയില്ല, മുഴുവനും പിഴച്ചു പോവുകയില്ല. മറിച്ച് എപ്പോഴാണോ പിഴവ് സംഭവിക്കുന്നത് അപ്പോഴൊക്കെ അവരെ ആ യഥാർത്ഥ റൂട്ടിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, അവരെ ഉണർത്തുന്ന ഒരു മുജദ്ദിദ്, ഒരു പരിഷ്കർത്താവ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉമ്മത്ത് അവരുടെ ഗ്രന്ഥവും അവരുടെ പ്രവാചകരെയും വഴിവിട്ടു പോയത്? കാരണം അവരുടെ ഉമ്മത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ ഉണർന്നു പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഒരിക്കലും അതുപോലെയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും. ആ പണ്ഡിതന്മാർ എവിടെയാണോ തെറ്റ് വരുന്നത് ആ തെറ്റ് കൃത്യമായി ഉണർത്തിക്കൊടുത്ത് ഈ ഉമ്മത്തിനെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ ഉമ്മത്ത് പൂർണ്ണമായും ളലാലത്തിൽ പെടുകയില്ല, പിഴച്ച് പോവുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്.